ചില ഗെയിംസ് നമുക്ക് ട്യൂട്ടോറിയൽസ് തരും, എന്നാൽ ചിലത് കളി തുടങ്ങുമ്പോൾ തന്നെ മാനസികമായിട്ട് തളർത്തി അടിച്ച് കലക്കി കൈ തരും. അതെ, ലാസ്റ്റ് ഓഫ് അസ് തന്നെ. ഇതിൻ്റെ ഇൻട്രോ ചുമ്മാ നമുക്കങ്ങ് ഇനി എന്തിനാണ് വരാൻ പോണത്, ഗെയിം കുറച്ച് ഗ്രിട്ടി ഇമോഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞു തരണ കണക്ക് ഒരു ഇൻട്രോ അല്ലേരും തന്നത്. അത് നമ്മളെ അങ്ങ് തകർത്ത് കളയോടെ. നമ്മൾ ഇതിനകത്ത് മെയിൻ പ്രോട്ടഗനിസ്റ്റ് ജോയലായിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഗെയിം തുടങ്ങുമ്പോഴേ എല്ലായിടത്തും ഇടിനാശവും വെള്ളപ്പൊക്കമാണ്. നമ്മൾ ജീവന് വേണ്ടിയിട്ട് നമ്മളെ മോളെയും കൊണ്ട് ഓട്ടം. ലിറ്ററലി നമ്മളെ ഈ ഓട്ടത്തിനിടയിൽ ചുറ്റും നോക്കുമ്പം ലോകം നശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങോട്ട് നോക്കിയാൽ കരച്ചിൽ, ഇങ്ങോട്ട് നോക്കിയാൽ കരച്ചിൽ, മൊത്തം തീയും പോകുകയും. ഇങ്ങോട്ട് നോക്കിയാൽ മൊത്തം ബഹളവും. ഇതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയും ഓടിപ്പടച്ച് രക്ഷപ്പെടാൻ നോക്കി പൊക്കോണ്ടിരിക്കുമ്പം നമ്മൾ വിചാരിക്കും നമ്മൾ സേഫാണ്. ഒരു പട്ടാളക്കാരൻ നമ്മളെ തടയുന്നത് വരെ. പിന്നെ ശരിക്കും ആ ഹെൽപ്ലെസ്നെസ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത് കണക്കാണ് ഇതിൻ്റെ ടോൺ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മളും ഇൻഫെക്റ്റഡ് ആണെന്ന് കരുതി അവർ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പം നമ്മൾ തിരിഞ്ഞോടും. ഓട്ടത്തിനിടയിൽ അവർ വെടി ഉതിർക്കുമ്പം നമ്മുടെ കുഞ്ഞു മോള് നമ്മുടെ കയ്യിൽ നിന്ന് തെറിച്ച് റോട്ടിൽ വീഴും. നമ്മളെ അയാൾ കൊല്ലുന്നതിന് മുന്നേ ആരോ ഒരാൾ പുള്ളിയെ കൊല്ലും. പക്ഷേ മോളുടെ അടുത്തേക്ക് നമ്മൾ ഓടി ചെല്ലുമ്പോഴേക്കും കുഞ്ഞ് ചോരയിൽ കുളിച്ച് കിടക്കുമായിരിക്കും. ആൻഡ് ദ സാഡസ്റ്റ് തിങ് ഈസ് അതിന് ജീവനുണ്ട്. നമ്മുടെ കയ്യിൽ കിടന്ന് തന്നെ ആ കുഞ്ഞ് പിടഞ്ഞ് തൻ്റെ ശരീരത്തിൽ തിളച്ച് കയറിയ ഓരോ ബുള്ളറ്റിൻ്റെയും വേദന അറിഞ്ഞ് അത് മരിക്കും. സ്വന്തം മോള് കയ്യിൽ കിടന്ന് മരിച്ചിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായ അച്ഛനെയാണ് നമ്മളവിടെ കാണുക. ആൻഡ് ദാറ്റ്സ് ലാസ്റ്റ് ഓഫ് അസ് ഫോർ യു.